ഉറപ്പായിട്ട് വരും. കാരണം അത്ര കിട്ടിയ വെള്ളം അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ ഇറങ്ങാം. റോഡ് ഒരുപാട് ദൂരെയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് തിരിച്ച് ഓടേണ്ടതാണ്. ഇതാണ് വെള്ളച്ചാട്ടം. ഞാനിപ്പോൾ നിൽക്കുന്നത് തേവക്കൽ വാട്ടർഫാൾസിലാണ്. ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ കാട്ടാക്കട വാഴച്ചില പോകുന്ന വഴിക്ക് വാഴച്ചില ജംഗ്ഷനിലെത്തുന്നതിനും ജസ്റ്റ് ഒരു 1 കിലോമീറ്റർ ഇപ്പുറത്താണ് തേവക്കൽ വാട്ടർഫാൾസ് ആണ്. വലിയ ബോർഡൊന്നുമില്ല, പക്ഷേ കിടിലൻ വെള്ളച്ചാട്ടമാണുള്ളത്. അത്യാവശ്യം ഡേഞ്ചർ അല്ലാത്തൊരു സ്ഥലമാണ്. ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും, അത്ര കിടിലൻ സ്ഥലമാണ്. അപ്പോൾ ഞാനിതൊന്ന് വന്നതിപ്പോൾ തിങ്കളാഴ്ചയാണ്. ഈ ദിവസം അതിൽ തിരക്കില്ല. നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു വ്യൂ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അധികം തിരക്കുകളില്ലാത്ത സമയമാണ് കേട്ടോ ഇത്. നമുക്ക് ഇതിൻ്റെ വെള്ളച്ചാട്ടം ഉത്ഭവിക്കുന്ന സ്ഥലം എവിടെയാണ് അവിടെ പോകാം. അപ്പോൾ റിസ്ക് എടുത്ത് തന്നെ കയറാം എന്തായാലും, എന്തൊക്കെ പറഞ്ഞാലും. ഇതൊക്കെ സൂക്ഷിച്ച് തന്നെ പോകണം. അയ്യോ, ഒറ്റയ്ക്കായതുകൊണ്ട് ഒരു ചെറിയൊരു പേടിയുണ്ട്, എന്തെങ്കിലും സംഭവിക്കുമെന്ന്. വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് കുളിക്കാം. അത്രയ്ക്ക് സെറ്റ് സ്ഥലമാണ്. ഞാൻ പറഞ്ഞാൽ കേൾക്കാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല, പക്ഷേ എന്ത് പറയാനാണ്, ഒറ്റയ്ക്കാണ് ഞാൻ വന്നത്. അപ്പോൾ നമുക്ക് മുകളിലോട്ടുള്ള വിഷയിൽ മുകളിലോട്ടൊക്കെ തന്നെ കാണാം. ഇവിടെ ചെറിയ ചെറിയ പാറക്കെട്ടിലൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടായിരുന്നു. ഇത് ടോട്ടൽ കാടിനകത്താണ്. ഇതിപ്പോൾ ഞാൻ കറക്റ്റ് സ്ഥലം നിൽക്കുന്ന നേരത്തെ പറഞ്ഞ് ഓർമ്മയുണ്ടോ, നമ്മൾ കാട്ടാക്കടയിൽ നിന്ന് വാഴച്ചിൽ പോകുന്ന വഴിക്കാണ് വരേണ്ടത്. വാഴച്ചിൽ ജംഗ്ഷൻ എത്തുന്നതിന് 1 കിലോമീറ്റർ മുമ്പാണ് ഈ സ്ഥലം. വാഴച്ചിൽ ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ് ഒരു പാലമുണ്ട്. പാലത്തിന് തൊട്ടടുത്ത് കിടക്കുന്ന ഒരു കുത്തൻ കയറ്റം. ആ കയറ്റത്തിനടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തിൽ കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലത്തെത്താം. ഇപ്പം എൻ്റെ ഷൂ ആണെങ്കിൽ നല്ല ചറുക്കുന്ന ഷൂ ആണ്. ഇവിടുത്തെ ഒരു വ്യൂ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളിത് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഇവിടുത്തെ വ്യൂ ഇവിടെ തന്നെ കണ്ട് തന്നെ മനസ്സിലാക്കണ്ടോ. ഇനിയും കുറച്ച് നടക്കാനുണ്ട്. ഞാൻ വെള്ളമൊന്നും എടുത്തു നിന്നിട്ടില്ല. നമുക്ക് ഇതിൽ കൂടെ നടന്ന് പോവാം. ഇത് നല്ല തെളിഞ്ഞ വെള്ളമാണ്. നമ്മളെ കാട്ടിനകത്ത് നിന്ന് വരുന്ന അത് വെള്ളത്തിൻ്റെ കാര്യം പറയണ്ട, അത്രയ്ക്ക് മനോഹരമാണ്. അല്ല പുലി വല്ലതും ഉണ്ടെന്നൊരു പിടിയില്ല. കണ്ട, വറ്റാത്തൊരു കിണറാണെന്ന് തോന്നുന്നു ഈ സാധനം. ഇതൊക്കെ ചെറിയ വെള്ളച്ചാട്ടം, വലുത് മുകളിലാണ് കേട്ടോ. പക്ഷെ ഞാനിത് 2ാമത്തെ പ്രാവശ്യം വരുന്നത്. നേരത്തെ വന്ന സമയത്ത് നല്ല കാടായിരുന്നു ഇവിടെയൊക്കെ. വലിയൊരു കാര്യം, മഴവെള്ള സമയത്ത് വരരുത്, അത്യാവശ്യം ഡേഞ്ചറാണ്. അപ്പം ഇതുവഴി നടക്കും. ഇതിലാണ് അന്ന് നടന്നു പോയത്, പക്ഷേ ഇതിൽ നടക്കാൻ പറ്റത്തില്ല, നടക്കാൻ പാടാണ്. ഒരു കാര്യം ചെയ്യാം, ഇതിലെ ചാടിപ്പോകാൻ പാടാണ്. നമുക്ക് ഇതിലെ തന്നെ കയറിപ്പോങ്ങ. അന്ന് ഇതിലേക്കാണ് കയറിപ്പോയത്. ആരുമില്ല. അപ്പോൾ ഇതിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നു. കണ്ട, ഈ മൊത്തവും ഈ ആൾക്കാരെ ഉപയോഗിച്ച് വേസ്റ്റായി കിടക്കുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ കുളിക്കുക ഇതിലും സേഫായിട്ടൊരു സ്ഥലം വേറെ ഇല്ലെന്ന് വേണം പറയാൻ. ഇതാണ് വഴി. 2 സൈഡിൽ വെള്ളം വരുന്നത്, പക്ഷേ ഈ സൈഡിലാണ് വെള്ളം കൂടുതൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലെ വിഷ്വൽ കാണിച്ചു തരാം. അപ്പോൾ ഇതിലേയും വരാം, നമുക്ക് മറ്റേ വഴിയും വരാം. മറ്റേ വഴി വന്നു കഴിഞ്ഞാൽ കുറച്ച് കറങ്ങി കയറണം. കണ്ടായിരുന്നു, ഇവിടെ വലിയ ഡേഞ്ചറായിട്ടുള്ള സ്ഥലമൊന്നുമല്ല. അതാണ് ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഫുൾ കാടിന് നടുക്കാണ്. ഓക്കെ, മുകളിലോട്ട് പോകാം. എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ അറിയത്തില്ല. ആരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കമ്പൊക്കെ വെട്ടിയിരിക്കുന്നു. ചില വേടന്മാരെല്ലാം ആണെന്നോ. ഇത്രയും റിസ്ക് എടുത്ത് ഈ മല കയറണമെങ്കിൽ അത്രയും കിടിലൊരു സ്ഥലമാണ്.
കണ്ടായിരുന്നോ? പരിസരത്ത് ആരുമില്ല. ഇവിടെ എന്ത് വേണോ സംഭവിക്കാം, എനിക്ക് അത്രേ പറയാറുള്ളൂ. പക്ഷേ നമ്മൾ ഇത്രയും റിസ്ക് എടുത്ത് എത്തിയിട്ട് ചെന്ന് കയറുന്ന വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വെള്ളച്ചാട്ടമാണ്. ആ ഒരു കാര്യത്തിൽ ഞാൻ ഉറപ്പ് പറയാം. അപ്പം ഇവിടെ മരം കുറുകെ കിടക്കുന്നുണ്ട്. അപ്പം മരം ക്രോസ് ചെയ്താണ്. ഇത് കാട്ടുമരം വന്ന് കടകുഴി കിടക്കുന്നതാണെന്ന് തോന്നുന്നു. ഒരു നിഗൂഢം നിറഞ്ഞ സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലേ? ആരെങ്കിലും ഉണ്ടോ എന്ന് തരും ഇവിടെ. ഇത് കണ്ടോ വെള്ളച്ചാട്ടം? സെറ്റ് സ്ഥലമല്ലേ? അപ്പം കാടിനകത്തുള്ള ഈ ഒരു കിടിലൻ വെള്ളച്ചാട്ടം ഉറപ്പായിട്ട് മിസ് ചെയ്യേണ്ട. നമുക്ക് ഒരു രൂപ ചിലവില്ലാതെ നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ വെള്ളച്ചാട്ടമാണ്. അപ്പോൾ സ്ഥലം മറക്കണ്ട, നമ്മുടെ സ്വന്തം തേവക്കൽ വാട്ടർഫാൾസാണ്. വാടിച്ചിലിന് അടുത്ത് വരുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് കേട്ടോ. എനിക്ക് തന്നെ ചൂട് സമയമൊക്കെ വെള്ളം കുറവാണ്. കണ്ടില്ലെന്നോ? ഇതാണ് വെള്ളച്ചാട്ടം, തേവക്കൽ വാട്ടർഫാൾസ്. ഒരു ഡേഞ്ചറും ഇല്ല, ഒരു അപകടവും ഇല്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് പ്രശ്നമില്ലാത്ത സ്ഥലം. പക്ഷേ ആൾക്കാർ ഈ വേസ്റ്റ് കൊണ്ടുവന്നിട്ട ഒരു സ്ഥലത്തിൻ്റെ പ്രശ്നം മാത്രമല്ലാതെ വേറെ ഒരു കുഴപ്പമില്ല. കണ്ടായിരുന്നോ? അപ്പം ഇത്രയും റിസ്ക് എടുത്ത് ഞാൻ ഈ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രശ്നങ്ങൾ ഈ സ്ഥലത്തുണ്ട്. ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. അധികം തിരക്കില്ല, എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാം. ചുറ്റിലും ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല. ഞാനിപ്പോൾ ഒരു 4-5 കിലോമീറ്റർ സഞ്ചരിച്ചാണ് ഈ കാട്ടിനകത്ത് എത്തിയത്. അധികം തിരക്കില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങാം. റോഡ് ഒരുപാട് ദൂരെയാണ്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് തിരിച്ച് ഓടേണ്ടതുകൊണ്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവും. പക്ഷേ സ്ഥലം നിങ്ങൾ മറക്കണ്ട. ഈ വെള്ളച്ചാട്ടം അത്ര കിടിലൻ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടം അതോടെയല്ല കേട്ടോ. കാരണം ഈ ഒരു കാണുന്നൊക്കെ പ്രശ്നമില്ല. അതായത് ഈ ഒരു കാണുന്ന സംഭവങ്ങളൊക്കെ അധികം പ്രശ്നമില്ല. ഏറ്റവും ബാക്കിൽ കാണുന്നില്ല ആ ഒരു പോർഷനും മുട്ട് വരെ വെള്ളമുള്ളൂ. വേറെ നിലവിൽ ഇത്ര തന്നെയാണ്. അപ്പോൾ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്ത് വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത്. കുളിക്കാൻ വരികയാണെങ്കിൽ ഒരാളെ കൊണ്ടുവരിക. വേറെ ഒന്നുമില്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരാളുണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. ഒറ്റയ്ക്ക് വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്, ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത്. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. കാര്യം ആരും എത്താത്തൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് നമുക്ക് ഒരു ചിലവില്ലാതെ ഒന്ന് കുളിക്കാൻ വേണ്ടി, ഈ ചൂട് സമയത്ത് കുളിക്കാൻ വേണ്ടി ഇതിലും ബെസ്റ്റായ സ്ഥലം വേറെ ഇല്ലെന്ന് വേണം പറയാൻ. അതും നമ്മുടെ സ്വന്തം കാട്ടാക്കടയിൽ വാഴിച്ചിൽ പോകുന്ന വഴിക്കാണ് ഈ സ്ഥലം വരുന്നത്. കാടിനകത്തായതുകൊണ്ട് വേറെ വെള്ളത്തിന് വേറെ പ്രശ്നമൊന്നുമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് ചാടി ഇറങ്ങിക്കളയൽ. പിന്നെ നട്ടുച്ചയ്ക്ക് വരാൻ ശ്രമിക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ വന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പറയുകയാണെങ്കിൽ 12:30. അപ്പം ഇതുപോലെ സ്ഥലങ്ങളിൽ മാക്സിമം രാത്രി വരാൻ ഉച്ചയ്ക്ക് വരാതിരിക്കുക. കാര്യം മൊബൈൽ നെറ്റ്വർക്ക് അത്യാവശ്യം റേഞ്ച് ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. ബൈ.